നമ്മൾ +2 ലെവലിൽ കുറച്ച് കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. മാസ് കൺസർവേഷൻ, ചാർജ് കൺസർവേഷൻ, എനർജി കൺസർവേഷൻ ഒക്കെ. ഇതിൽ മാസും എനർജിയും വൺ അറ്റ് ദ സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഐൻസ്റ്റീൻ്റെ E=mc² എന്ന ഇക്വേഷൻ പ്രകാരം അത് ഒരു ഇക്വാലിറ്റി ഉണ്ട് അവിടെ. എനിവേ, ഈ കൺസർവേഷൻ ലോസ് നേച്ചുറൽ ഒരു ഫാക്റ്റാണ്. അതായത് അത് നേച്ചുറൽ മാറാൻ പോകുന്നില്ല. നമ്മൾ ഒരിക്കലും ഈ കൺസർവേഷൻ ലോ വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ തന്നെ നമുക്കിത് വയലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ്, മാസീവായിട്ടുള്ള ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് T എന്ന സമയത്ത് അപ്രത്യക്ഷമാണ്. എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് അത് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് ഇത് നടക്കുന്നതുകൊണ്ട് യൂണിവേഴ്സിൽ മാസ് കൺസർവേഷൻ വയലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കൺസർവേഷൻ ഇക്വേഷൻ അവിടെ ഹോൾഡ് ചെയ്തു. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി മറ്റു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രതിഭാസം നമ്മൾ നാച്ചുറൽ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നില്ലേ? മാസ് കൺസർവേഷൻ വയലേറ്റ് ചെയ്യാതെ തന്നെ നടക്കുന്നൊരു സംഭവം ആയിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ നാച്ചുറലി കാണാത്തത്? നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഒരു ഒബ്സർവറിന് ഒരു ഫ്രെയിമിൽ രണ്ട് ഇവൻറ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷെ വേറെ ഒബ്സർവറിന് ആ വേറെ ഫ്രെയിമിൽ ഇത് സൈമൾട്ടേനിയസ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഈ ബോക്സ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇവിടെ പ്രത്യക്ഷമാവുന്നത് ഒരു സമയത്ത് എനിക്ക് സൈമൾട്ടേനിയസ് ആയി കണ്ടു കഴിഞ്ഞാൽ വേറെ ഒബ്സർവർ, മേ ബി അയാൾ ഒരു 70% ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്സർവർ ആയിരിക്കും, അയാൾക്ക് ഇത് സൈമൾട്ടേനിയസ് ആവണമെന്നില്ല. അതായത് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന സമയം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്ന സമയം രണ്ട് സമയത്തായിരിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിൽ കുറച്ച് സമയത്തെങ്കിലും മാസ് ഡിസപ്പിയർ ആയിട്ടുണ്ട്. അവിടെ മാസ് കൺസർവേഷൻ വയലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ മാസ് കൺസർവേഷൻ വയലേറ്റ് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിന് ഈ പ്ലേസിൽ നിന്ന് ഈ പ്ലേസിലേക്ക് പോകണമെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പാത്ത് ഫോളോ ചെയ്യണം. അങ്ങനെയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു ബേസിക് വരുന്നത്. നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ വരുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷനും അതല്ലെങ്കിൽ സ്പെഷ്യൽ തിയറിയിലൊക്കെ വരുന്ന കണ്ടിന്യൂറ്റി ഇക്വേഷനൊക്കെ ബേസിക് ഈ ഒരു തത്വത്തിൽ നിന്ന് വരുന്നത്. സോ ദാറ്റ് ഈസ് എ സ്മോൾ വണ്ടർഫുൾ തോട്ട് എക്സ്പെരിമെൻറ്റ്.